5 തലമുറകളായി നിങ്ങൾക്കൊപ്പം PRS ഹോസ്പിറ്റൽ. രണ്ടാം ലോക മഹായുദ്ധത്തെ തുടർന്ന് ലോകരാഷ്ട്രങ്ങൾ ഐക്യരാഷ്ട്രസഭയുണ്ടാക്കി. എന്നാൽ അതിനുശേഷം ഒരുപാട് രാജ്യങ്ങൾ, പ്രത്യേകിച്ച് പ്രധാനപ്പെട്ട രാജ്യങ്ങൾ അമേരിക്ക, ഇറ്റലി, കാനഡ, ജർമ്മനി, ഫ്രാൻസ് തുടങ്ങിയ ജപ്പാൻ തുടങ്ങിയ ഒന്നാംകിട സാമ്പത്തിക ശക്തികൾ അവർ വീണ്ടും കുഞ്ഞു കുഞ്ഞു രാജ്യങ്ങളായി ചേർന്ന് എല്ലാവരും കൂടെ ചേർന്നിട്ട് മറ്റു രാജ്യങ്ങൾ നിയന്ത്രിക്കുന്നതിന് ഇടയ്ക്കിടയ്ക്ക് സമ്മേളനങ്ങളൊക്കെ ചേരും. ഇപ്പോൾ കാനഡയിൽ അവസാനത്തെ G7 രാഷ്ട്രങ്ങളുടെ സമ്മേളനം നടക്കുകയാണ്. ഇന്ത്യയെ ക്ഷണിച്ചെന്നും ക്ഷണിച്ചില്ലെന്നും ഇന്ത്യ പങ്കെടുക്കുമെന്നും മോഡി പോകുന്നില്ല എന്നും പോകുന്നൊക്കെ പറഞ്ഞ് വലിയ വിവാദങ്ങളാണ് നടക്കുന്നത്. എന്തായാലും അവിടെ കാനഡയിൽ വെച്ച് നടക്കുന്ന G7 ഉച്ചകോടിയിൽ ഭാരതത്തിൻ്റെ റോൾ എന്തായിരിക്കും, മോഡി പങ്കെടുക്കുമോ എന്നുള്ളത് ഇനി നമുക്ക് കാത്തിരുന്ന് കാണേണ്ടതാണ്. ഫ്രാൻസ്, ജർമ്മനി, ഇറ്റലി, UK, USA, ജപ്പാൻ, കാനഡ എന്നീ 7 രാജ്യങ്ങളാണ് യഥാർത്ഥത്തിൽ ഇതിനകത്ത് വന്നിരിക്കുന്നത്. കാനഡയുമായുള്ള നമ്മുടെ ബന്ധം അത്ര നല്ലതല്ല. ആ ബന്ധം മോശമായതുകൊണ്ടാണ് കാനഡ നമ്മളെ ക്ഷണിക്കുന്നതിലും ഒരു അനൗചിത്യം കാണിച്ചിട്ടുണ്ട്. തീർച്ചയായിട്ടും നമ്മൾ പങ്കെടുക്കാനുള്ള സാധ്യത വളരെ കുറവാണ്. പ്രത്യേകിച്ചും പ്രധാനമന്ത്രി പങ്കെടുക്കാനുള്ള സാധ്യത വളരെ കുറവാണ്. അതേസമയം ദക്ഷിണാഫ്രിക്കയും ഉക്രൈനെയും അവർ വിളിച്ചിട്ടുണ്ട്. ഉക്രൈനെ വിളിച്ചതിൻ്റെ കാര്യം പറയുമ്പോൾ സോവിയറ്റ് റഷ്യ നേരത്തെ പങ്കെടുത്തിരുന്നു. സോവിയറ്റ് റഷ്യ ഇപ്പോൾ ഇല്ലല്ലോ, USSR ഇല്ലാത്ത സാഹചര്യത്തിലാണ് ഉക്രൈനെ അവർ വിളിച്ചിരിക്കുന്നത്. അപ്പോൾ ഉക്രൈനെ വിളിച്ചിട്ടുണ്ട്, ദക്ഷിണാഫ്രിക്കയും വിളിച്ചിട്ടുണ്ട്. അവർ പങ്കെടുക്കാനുള്ള സാധ്യതയും കാണുന്നുണ്ട്. എന്തായാലും ഇത് വേറൊരു ശാക്തിക ചേരിയാണ്. ഇപ്പോൾ ചേരിചേരാ നയം വന്നതിന് ശേഷം ലോകത്ത് ഒരു രാജ്യത്തോടും നമ്മൾ ചേരുന്നില്ല, നമ്മൾ യുദ്ധത്തിനൊന്നും ഇല്ല എന്ന് പറയുന്ന രീതിയിൽ നെഹ്റുവിൻ്റെ കാലഘട്ടത്തിലുണ്ടായിരുന്നു. അതേസമയം അതിനുശേഷം ഒരുപാട് രാജ്യങ്ങൾ, ഏഷ്യൻ രാജ്യങ്ങളുടെ കൂട്ടായ്മകളുണ്ട്, ഇത്തരത്തിലുള്ള G7 കൂട്ടായ്മകളുണ്ട്. അതുപോലെ തന്നെ എല്ലാ രാജ്യങ്ങളുടെയും കൂട്ടായ്മകളുണ്ട്. ഈ കൂട്ടായ്മകൾ പലപ്പോഴും കൂടിയിരുന്നിട്ടാണ് മറ്റു രാജ്യങ്ങളുടെ പുറത്തുള്ള നയങ്ങളും പരിപാടികളും തീരുമാനിക്കുന്നത്. വേൾഡ് ബാങ്ക്, IMF, അതുപോലെ തന്നെ മറ്റ് ADB തുടങ്ങിയ സാമ്പത്തിക ഏജൻസികളും ഇത്തരം സമ്മേളനങ്ങളെ പ്രോത്സാഹിപ്പിക്കാറുണ്ട്. കാരണം ലോകത്തിലെ ഏറ്റവും വലിയ ശക്തി ആരാണോ അവർ എന്ത് തീരുമാനിക്കുന്നുവോ അത് തന്നെയാണ് ലോകത്ത് നടപ്പിലാക്കേണ്ടത്. അതൊരു വലിയ ഫോറത്തിലിരുന്ന് തീരുമാനിച്ചാൽ ചിലപ്പോൾ നടക്കില്ല. അതുകൊണ്ട് ശക്തന്മാരായിട്ടുള്ള അമേരിക്കയും ചൈനയും ജപ്പാനും, ജപ്പാൻ ശക്തനല്ല, ജപ്പാനേക്കാൾ മുന്നിലാണ് ഇന്ത്യ കയറിക്കൊണ്ടിരിക്കുന്നത്. എന്നാൽ ജർമ്മനിയും ഇറ്റലിയും അങ്ങനെയുള്ള ലോകത്തിലെ 7ഓളം രാജ്യങ്ങൾ G7 കൺട്രീസ് എന്നുള്ള രീതിയിൽ G7 സമ്മേളനം നടത്താറുണ്ട്. ഈ സമ്മേളനത്തിൽ ഇന്ത്യ പങ്കെടുക്കുമോ പങ്കെടുക്കില്ലയോ എന്നുള്ളത് നമുക്ക് വരും ദിവസങ്ങളിൽ കാണാം. എന്തായാലും ഇന്ത്യ പങ്കെടുത്താലും മോഡി പങ്കെടുക്കുവാനുള്ള സാധ്യത വളരെ അപൂർവമായി മാത്രമേ കാണുന്നുള്ളൂ. ഇന്ത്യ കാനഡ ബന്ധം എങ്ങോട്ട് പോകുന്നു എന്നതിനനുസരിച്ചായിരിക്കും G7 രാജ്യങ്ങളിൽ ഇന്ത്യയുടെ പങ്കാളിത്തവും ഇന്ത്യയുടെ പ്രാതിനിധ്യവും ഇന്ത്യ ഇത്തരം കാര്യങ്ങളോട് പ്രതികരിക്കുന്നത്.